നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വജ്രം കൊണ്ടുണ്ടാക്കിയ വാച്ച്, വജ്രം കൊണ്ടുണ്ടാക്കിയ വസ്ത്രം, വജ്രം പതിപ്പിച്ച മൊബൈൽ, കണ്ണട എന്നിവയെക്കുറിച്ചൊക്കെ നാം കേട്ടിട്ടുണ്ട്. മാത്രമല്ല അവയുടെ ചിത്രങ്ങളൊക്കെ കണ്ട് കണ്ണു തള്ളിയവരാണ് നമ്മളിൽ പലരും. പക്ഷേ വജ്രം പതിപ്പിച്ച വിമാനം എങ്ങനെയുണ്ടാകും, അത് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ പ്രവാസി മലയാളിയുടെ റിപ്പോർട്ട്. വജ്രശോഭ കൊണ്ട് വെട്ടിത്തിളങ്ങുന്ന ഡയമണ്ട് ഓൺബോർഡ് ലോഞ്ചിന്റെ ചിത്രം പുറത്തുവിട്ട് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു വിമാന കമ്പനി. ദുബായ് ആസ്ഥാനമായുള്ള ലോകത്തെ ഏറ്റവും വലിയ വിമാന കമ്പനികളിലൊന്നായ എമിറേറ്റ്സ് എയർലൈനാണ് ഇത്തരത്തിലൊരു ചിത്രം പുറത്തുവിട്ടിരിക്കുന്നത്. എമിറേറ്റ്സിന്റെ ഡയമണ്ട് 380 ഔട്ട്ബോർഡ് എഞ്ചിനിലെ സീറ്റുകളും ടേബിളുകളും മധ്യഭാഗത്തെ സെർവിംഗ് സെഷനും എല്ലാം വജ്രത്താൽ പൊതിഞ്ഞിരിക്കുന്ന ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ കഴിയുന്നത്. എന്താ അല്ലേ ആഡംബരത്തിൻ്റെ അവസാന വാക്ക് എന്നൊക്കെ പറയാം. ഏതായാലും ഇപ്പോൾ ഈ ഒരു ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ഒപ്പം തന്നെ ആഡംബരം ഇഷ്ടപ്പെടുന്ന പ്രവാസികൾക്കിടയിലും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലും ഇത് തീർക്കുന്ന തരംഗം ചെറുതൊന്നുമല്ല. നേരത്തെയും വജ്രശോഭയിൽ തിളങ്ങുന്ന എമിറേറ്റ്സ് വിമാനത്തിൻ്റെ ചിത്രം എയർലൈൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു. മുഴുവനായും വജ്രക്കല്ലുകൾ പതിപ്പിച്ച വിമാനം 777 ലോകത്തെയാകെ അമ്പരപ്പിച്ചിരുന്നു. ആഡംബരത്തിനായി എമിറേറ്റ്സ് ഇങ്ങനെയെല്ലാം ചെയ്യുമോ എന്ന് പോലും ചിലർ ചിന്തിക്കുകയുണ്ടായി. എന്നാൽ ഏവരുടെയും സംശയങ്ങൾക്ക് വിരാമം വിട്ടുകൊണ്ടാണ് എമിറേറ്റ്സ് ഇക്കാര്യത്തിലൊരു വിശദീകരണം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സംഭവം ഇങ്ങനെയാണ്. ട്വിറ്ററിൽ പങ്കുവച്ച വജ്രക്കല്ലുകൾ തിളങ്ങുന്ന എമിറേറ്റ്സ് ബ്ലിങ് 777 എന്ന വിമാനം സാറ ഷക്കീർ എന്ന ചിത്രകാരിയുടെ ഒരു കരവിരുതാണ് എന്നാണ് പറയുന്നത്. സാറ ഷക്കീർ തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ട 54,000-ഓളം ലൈക്കുകൾ സ്വന്തമാക്കിയ ചിത്രമാണ്. പിന്നീട് എമിറേറ്റ്സ് അത് തങ്ങളുടെ അക്കൗണ്ട് വഴി പങ്കുവയ്ക്കുകയായിരുന്നു. എന്തെങ്കിലും സൂചനകൾ ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വിമാനത്തിന് വേണ്ടി കമ്പനി തയ്യാറെടുക്കുന്നുണ്ട് എന്നുള്ള സ്ഥിരീകരിക്കാത്ത ഒരു റിപ്പോർട്ടും ഇതിനോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.